നമുക്ക് ആദർശിന്റെ നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നാഗേന്ദ്രന്റെ വീട്ടിൽ നിന്ന് മൂർത്തി മുത്തശ്ശൻ അടിച്ചിറക്കുവാണ്. ജലജയ്ക്ക് ഒരു സങ്കടവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തനിക്ക് ആ നെക്ലേസ് കിട്ടിയല്ലോ, അത് മാത്രമായിരുന്നു ജലജയുടെ ഉള്ളിലെ മോഹം. ജലജ ചെയ്ത ചതി അത് നാഗേന്ദ്രന് ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന ഒന്നായിരുന്നില്ല. അങ്ങനെ നാഗേന്ദ്രൻ വീട് വിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വാസുദേവ മുത്തശ്ശി പറഞ്ഞു, അവനെ ഇദ്ദേഹം എത്രമാത്രം ആ സ്നേഹത്തോടും കരുതലോടും നോക്കിയിരുന്നേ. കാരണം കുടുംബത്തില് ആണെങ്കിലും ശരി, കമ്പനിയിലാണെങ്കിലും ശരി, സ്വന്തം മക്കളെക്കാളും പ്രാധാന്യം നാഗേന്ദ്രന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, എന്നാലും അമ്മേ, നാഗേന്ദ്രൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നാഗേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കള്ളത്തരം, ഒരു മോഷണം ഉണ്ടാവുന്ന അത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ടാ അവനിത് ചെയ്തതെന്നാ പറഞ്ഞ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അച്ഛാ. ഒരിക്കലും ഞാൻ ആ നെക്ലേസ് ആഗ്രഹിച്ചിട്ടൊന്നും ഇല്ല. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് മാത്രം പറഞ്ഞോളൂ, അല്ലാതെ ഞാനത് വേണമെന്നൊന്നും ഒരിക്കലും മോഹിച്ചിട്ടില്ല. അല്ലെങ്കിലും എനിക്കറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ നാഗേന്ദ്രൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു, എന്താണെങ്കിലും നാഗേന്ദ്രന് കിട്ടണ ശിക്ഷ തന്നെ കിട്ടിയിരിക്കുന്നേ. ഇതുപോലെ കള്ളത്തരം ചെയ്യുന്ന ആള് ഇനി ഈ വീട്ടിലുണ്ടെങ്കിൽ ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കില്ലേ? മുത്തശ്ശൻ പറഞ്ഞു, അതെ, അതുകൊണ്ടാണ് അവന് കൊടുക്കാനുള്ള ശിക്ഷ കൊടുത്തത്. ജലജയ്ക്ക് ശ്വാസം വീണത് അപ്പഴാ. എങ്ങാനും ഇനിയിപ്പം നാഗേന്ദ്രനുള്ള സത്യങ്ങൾ മൊത്തം വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിലോ? ഇവരുടെ അവസരം കൊടുത്തില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നാഗേന്ദ്രൻ പറഞ്ഞെങ്കിലും ഒന്നും പറയാനായിട്ട് സമ്മതിച്ചില്ല. കാരണം എങ്ങാനും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ആദ്യം ഇവിടുന്ന് അടിച്ചിറക്കും എന്നുള്ള കാര്യം ജലജയ്ക്കറിയായിരുന്നു. ഭാഗ്യം കൊണ്ടാ താൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ വിചാരിച്ച് ജലജ മുറിയിലേക്ക് പോയി. ജലജയ്ക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല നാഗേന്ദ്രൻ പോയതുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണെങ്കിലും ഈ കഥകളൊക്കെ ശങ്കരൻ ആദർശനോട് പറയുമ്പം ആദർശ് പറഞ്ഞു, ഇത്രയും വലിയൊരു സാധനം അപ്പച്ചി എന്നുള്ള കാര്യം അറിയണ്ടായിരുന്നില്ല. ശരിക്കും കഥയിലെ ഈ പറയുന്ന നാഗേന്ദ്രൻ ഒരു പാവമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അതെ, അയാൾക്ക് പറ്റിയൊരു അബദ്ധമാണ് ജലജയുമായിട്ടുള്ള വിവാഹം. ശരിക്കും അയാൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതോടുകൂടി അയാൾക്ക് മൂർത്തി സാറിനോടും കുടുംബത്തോടും വരെ ദേഷ്യമായെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ആർക്കാണെങ്കിലും ദേഷ്യം തോന്നും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തശ്ശന്റെ സ്വഭാവം അറിയാലോ, നേരെ വാ നേരെ പോകുന്നുള്ള സ്വഭാവമാണ്. അതിപ്പോ തെറ്റ് ചെയ്ത സ്വന്തം മക്കളാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, അവർക്ക് കൊടുക്കാനുള്ള ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശങ്കരനെ കണ്ടിട്ട് ആദർശ് വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് നാഗേന്ദ്രൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവന്തികയുമായിട്ടുള്ള അനിയുടെ വിവാഹം നടക്കണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അനാമികയെ ഒഴിവാക്കണം. പക്ഷെ അനാമിക്ക് പൈസ കൊടുത്താൽ മാത്രം അവൾ ഒഴിവാകത്തുള്ളൂ. അല്ലാതെ അവള് എന്താണല്ലോ ഒഴിവായി പോകുന്ന ലക്ഷണം കാണുന്നില്ല. പിന്നീട് നവീൻ വക്കീലെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ട്. മുത്തശ്ശൻ വിളിച്ചിട്ട് നവീൻ വക്കീലോട് ഡിവോഴ്സിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ തിരക്കുവാണ്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതെ മൂർത്തി സാറേ, പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ അനാമിക ഇനി ഒരിക്കലും ഒരു തടസ്സമായിട്ട് വരാതിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. നവീനെ എന്ത് ചെയ്തിട്ടാലും ശരി, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടക്കണം. അത് പിന്നെ മൂർത്തി സാറേ, അവര് ചോദിക്കുന്ന പണമാണ്. അവർക്ക് പണം കൊടുത്തിട്ട് എനിക്ക് എന്താണെങ്കിലും ഡിവോഴ്സ് വേണ്ടാന്ന് പറഞ്ഞു. അല്ലാതെ അവനെ കൊണ്ട് ഡിവോഴ്സ് കൊടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, ആ വേണുവിനെ കൊണ്ട്. ആ സമയം നവീൻ ഇങ്ങനെയൊന്ന് ആലോചിച്ചു. നവീന്റെ മനസ്സിൽ അനാമികയോട് നല്ല ദേഷ്യമായിരുന്നു. എല്ലാം പറഞ്ഞു ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം വരുമ്പം കാലുവാരിത്തരം കാണിച്ചല്ലോ. അല്ലായിരുന്നെങ്കിലോ അവന്തികയുടെ അനിയുടെ എൻഗേജ്മെന്റ് നടന്നേനം, നന്ദുവിനെ തനിക്ക് സ്വന്തമായി കിട്ടിയേനം എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതായത്. എല്ലാത്തിനും കാരണം അനാമികയെ വേണും കൂടിയാ. അങ്ങനെ അവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് അബിയെ വിളിച്ചിട്ട് നാഗേന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, അനാമിയെ പോയി കാണണം. അവർക്ക് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ ഓഫർ കൊടുക്കണം. അല്ലച്ചാ, അത് പിന്നെ ഇനി ഒന്നും നോക്കണ്ട. ആനന്ദമൂർത്തി പണം കൊടുത്താലും കൊടുത്തില്ലേലും ഇനി അയാൾ കൊടുക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഇവിടെ ആവശ്യം നമ്മുടെയാണ്. അവന്തിക മോളുടെ കണ്ണ് നിറഞ്ഞ് കാണാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിനക്കറിയാലോ, എത്ര വേണേലും നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അഭി പറഞ്ഞു, അല്ലച്ചാ, അതൊന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോരെ. എടാ, ഇനി നോക്കാനൊന്നുമില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി കോടതി കൂടുന്ന സമയത്ത് അനാമിക ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറയണം. ഒരു കാരണവശാലും അവള് മറുത്തൊരു വാക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അറിയാലോ, നീ പോയി കണ്ട് അവരോട് സംസാരിക്കണം. ഇനി നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കാന്ന് പറഞ്ഞു. അതൊന്നും വേണ്ടച്ചാ, ഞാൻ എന്താന്ന് വെച്ചാൽ വേണ്ടുന്ന പോലെ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് അനാമിയെ കാണാൻ തന്നെ അനിയല്ല അഭി തീരുമാനിക്കുകയാണ്. ഒടുവില് അനാമികയും വേണുവിനെയും കൂടെ
വിളിപ്പിച്ചിട്ട് അഭി കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന്തികമായിട്ടുള്ള കല്യാണം മുടങ്ങാനായിട്ട് നിങ്ങളാണ് കാരണം. അനിയുടെ അവന്തികയുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. ഈ വിവാഹം നടന്നു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കാരും നേട്ടം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേണു പറഞ്ഞു, വെറുതെ പറയല്ല അഭിസാറെ, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഓസിൽ അങ്ങനെ ഡിവോഴ്സും മേടിച്ചിട്ട് അവന്തികയുടെ അനിയുടെയും കൂടെ വിവാഹം നടത്താനല്ലേ നിങ്ങളുടെ തീരുമാനം. അതെന്താണെങ്കിലും ജന്മത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞു. അഭി പറഞ്ഞു, അതെ, അനിയുമായിട്ടുള്ള അവന്തികയുടെ വിവാഹം നടക്കണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനാമി പറഞ്ഞു, അതെന്താ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിയേട്ടൻ ഞങ്ങൾക്ക് പണം തരുമോയെന്ന് ചോദിച്ചു. പണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, ഇതേ വെറുതെ വായും കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അഭിസാറെ, ഞങ്ങൾക്ക് പണം കിട്ടിയേ മതിയാവുള്ളൂ. മൂർത്തി സാറ് അതിന് ഒരുങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യണം ഞങ്ങൾക്കറിയാം. അതെ, മുത്തശ്ശൻ തന്നില്ലെങ്കിലും അതിന്റെ വേണ്ടുന്ന വഴിയൊക്കെ ഞാൻ കണ്ടെത്തരാം. അതിന് വേണ്ടുന്ന പണിയൊക്കെ ഞാൻ ഒപ്പിച്ചുതരാം. പൈസ ഞാൻ തരാം. പക്ഷെ ഡിവോഴ്സ് കിട്ടണമെന്ന് പറഞ്ഞു എനിക്ക്. അല്ല, അതിന് അഭിസാറിന്റെ കയ്യിൽ അതിന് മാത്രം പൈസയുണ്ടോ? അതൊക്കെ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. നിങ്ങൾക്ക് പണം കിട്ടിയാൽ പോരെ? അല്ല, നിങ്ങൾ എത്ര എമൗണ്ടാ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. ഒരു നിമിഷം വേണു അനാമികയൊന്ന് ഞെട്ടി. സത്യത്തിൽ പറയുന്നതാണോ എന്നറിയത്തില്ലോ. പെട്ടെന്ന് വേണു ചാടി കയറി പറഞ്ഞു, അത് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. എത്രയും പെട്ടെന്ന് തന്നെ ആലോചിച്ചിട്ട് പറയണം. അതേ സമയം ഇനി വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അഭി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേണു അനാമയും കൂടെ വീട്ടിലേക്ക് വന്ന് രേവതിയായിട്ട് സംസാരിക്കുകയാണ്. രേവതി പറഞ്ഞു, അവൻ വല്ല ചതി ഒപ്പിക്കുന്നതാണോ? കോടതി പോയി ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇനി അവൻ പൈസ തരാതിരിക്കുക. അതിനു മുമ്പ് നമ്മൾ പണം വാങ്ങിയിട്ടല്ലേ ഇനി കോടതിയിലേക്ക് പോകുന്നുള്ളൂ. അത് കേട്ടപ്പം അനാമി പറഞ്ഞു, അല്ല, അഭിയേട്ടൻ്റെ കയ്യിൽ ഇത്ര പൈസ എവിടുന്നാ? എനിക്ക് തോന്നുന്നു അവൻ്റെ കയ്യിൽ എവിടുന്നോ പൈസയൊക്കെ ഉണ്ടെന്ന് തോന്നേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്ര രൂപ ചോദിക്കണം അച്ഛാ? നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് നോക്കാം, ചോദിക്കാം. ഒരു 4-5 കോടി ചോദിച്ചു നോക്കാം. എടി മോളെ, അത്രയും പൈസയൊക്കെ കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അച്ഛാ, വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കാം, കിട്ടുവാണെ കിട്ടട്ടെ. രേവതി പറഞ്ഞു, എൻ്റെ ദൈവമേ, കടക്കാർ വീടിന് ചുറ്റുമുണ്ട്, അവരെ കൊണ്ട് തോറ്റിരിക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കടം വീട്ടാനുള്ള പൈസയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. വേണു പറഞ്ഞു, ഈ കല്യാണം നടക്കുന്നതുകൊണ്ട് അബിക്ക് എന്തോ ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നത്, അല്ലാതെ അവനെ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കില്ലല്ലോ. ആനന്ദമൂർത്തി പോലും ഡിവോഴ്സിന് കോമ്പൻസേഷൻ തരത്തില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് അബി ഇതിനകത്ത് ഇടപെടണമെങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അബിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. ഒരു 5-6 കോടി രൂപയെങ്കിലും കിട്ടാതെ ഞങ്ങൾ ഡിവോഴ്സിന് സമ്മതമല്ലെന്ന്. ഒടുവിൽ അബി പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊന്നും നോക്കട്ടെ എന്നിട്ട് പറയാന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പിന്നീട് നാഗേന്ദ്രനെ പോയി കണ്ട് നാഗേന്ദ്രനോട് സംസാരിക്കുകയാണ്. നാഗേന്ദ്രൻ പറഞ്ഞു, അതെത്രയാന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം, എത്ര കൊടുക്കാനും ഞാൻ സമ്മതമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഡിവോഴ്സ് കിട്ടണം. അവര് ചതിക്കില്ല എന്നുള്ള ഉറപ്പ് വേണം. പണം വാങ്ങി പോയിട്ടിട്ടിട്ട് ഒടുവിൽ ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ അബി പറഞ്ഞു, അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട വെച്ചാൽ അങ്ങ് തീർത്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, അത് മിക്കവാറും ഞാൻ ചെയ്യും. പക്ഷെ അതിനു മുമ്പ് അവരോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. പണം എന്താണെങ്കിലും കൊടുത്തിട്ടാണ് ശരി. എനിക്ക് എൻ്റെ മോളുടെ അനിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അത് നടത്തിയാൽ മാത്രമേ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. ഈ സമയത്ത് ജലജയ്ക്ക് നല്ല ടെൻഷനാണ്. കാരണം അബി പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ജലജയുടെ ചങ്ക് പിടയ്ക്കുന്നുണ്ട്. നാഗേന്ദ്രൻ വെറുതെ വന്നതല്ല, മിക്കവാറും അയാളെ തന്നെ പൂട്ടാനും കൂടെ വേണ്ടി വന്നതായിരിക്കും. അയാൾ ആ പഴയ കഥകളൊന്നും മറന്നിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ തനിക്കിട്ടുള്ള പണി വരുമെന്നുള്ള കാര്യം ജലജയ്ക്ക് ഉറപ്പായിരുന്നു. തൻ്റെ മക്കളെയും കൂടെ അയാൾ കൈയടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. കള്ളത്തരമെല്ലാം പൊളിയുകയും ചെയ്യും. ഈ വീട്ടിലുള്ളവരും തന്നോട് പൊറുക്കില്ല. താൻ ഇത്രയും കാലം ചെയ്ത ചതി ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെ അവർ വെറുതെ ഇട്ടേക്കില്ല. അത് മാത്രമല്ല, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ജലജയുടെ ഉറക്കവും നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.